മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു എന്നാണ് വാർത്ത. 75 വയസ്സായിരുന്നു. എറണാകുളം അമൃത ആശുപത്രിയിൽ രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. നിലവിൽ KPC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് ചാത്തന്നൂരിലെ നമുക്കൊക്കെ വലിയ ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ സംഘടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് അധികം ദിവസം അദ്ദേഹം രോഗബാധിതനായിരുന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ 24-നുള്ള സങ്കടം, വ്യക്തിപരമായുള്ള വിഷമം ഒക്കെ ഞങ്ങൾ ഇവിടെ രേഖപ്പെടുന്നു. അരുൺരാജ്, ശൂരനാട് രാജശേഖരൻ നമുക്ക് ഒരുപാട് നാളായി അറിയാവുന്ന ആളാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായി അങ്ങനെ അധികം കാണാനോ കേൾക്കാനോ ഇല്ലായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രോഗവിവരത്തെക്കുറിച്ചൊക്കെ അറിയാത്തവർക്ക് അത് വലിയ ആകസ്മിക മരണമായി തോന്നുന്നു. അരുൺരാജ്, എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു തലപ്പൊക്കമാണ് വിടവാങ്ങുന്നത്. തീർച്ചയായും ഹാഷ്മി, ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. കൊല്ലത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു മുഖം തന്നെയായിരുന്നു ശൂരനാട് രാജശേഖരൻ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് KSUവിലൂടെ രാഷ്ട്രീയ പ്രവേശനത്തിലെത്തിയ അദ്ദേഹം പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും കൊല്ലം ജില്ലാധ്യക്ഷ പദവികൾ അലങ്കരിക്കുകയും ചെയ്തു. പിന്നീട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി അംഗവും വീക്ഷണത്തിന്റെ മാനേജിംഗ് എഡിറ്ററായിട്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അന്ത്യം സംഭവിക്കുന്നത്. വളരെ ഏറെ നാളായി അദ്ദേഹത്തിന് രക്താർബുദവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ പരിപാടികളിൽ വളരെ സജീവമായി തന്നെ അദ്ദേഹം പലപ്പോഴും പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശരീരം ഈ പരിപാടികളിൽ തന്നെ കൊണ്ടെത്തിക്കുന്നു എന്നതാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞത്. അസ്വസ്ഥതകൾ ഒരുപാടുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പരിപാടി, കോൺഗ്രസ് പ്രതിസന്ധി ഘട്ടത്തിൽ നേരിടുമ്പോഴെല്ലാം തനിക്ക് മുന്നിൽ നിൽക്കാനേ കഴിയൂ എന്നുള്ളതായിരുന്നു അദ്ദേഹം പല വേദികളിലും പറയുന്നത്. നമ്മൾ കണ്ടതാണ്. ഒടുവിൽ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ പോലും കൊല്ലത്ത് നിരവധിയായി തവണ എത്തി NK പ്രേമേന്ദ്രനടക്കം വോട്ട് തേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും അങ്ങനെ ഈ ശാരീരിക പ്രശ്നങ്ങൾ അടക്കം നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് കോൺഗ്രസിന്റെ വിജയത്തിനായി എന്നും പ്രവർത്തിച്ച നേതാവാണ് ശൂരനാട് രാജശേഖരൻ. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി നേതാക്കളിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നിന്ന് മൃതദേഹം ചാത്തന്നൂരിലെ, കൊല്ലത്തെ സ്വവസതിയായ ചാത്തന്നൂരിലേക്ക് കൊണ്ടുവരും. അവിടെ ശീമാട്ടി ജംഗ്ഷനിലുള്ള വീട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ തന്റെ പ്രിയപ്പെട്ടവരോട് അടക്കം പറഞ്ഞത്, ഒരു കാരണവശാലും താൻ മരിച്ചാൽ തന്റെ മൃതദേഹം മോർച്ചറിയിലോ അതുപോലെ തന്നെ പൊതുദർശനത്തിനോ വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഓഫീസുകളിൽ പൊതുദർശനം നടത്തുന്നില്ല എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. വീട്ടിൽ മാത്രമായിരിക്കും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അടുത്ത പ്രവർത്തകർക്കും മാത്രം കാണാൻ കുറച്ച് സമയം മാത്രമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ഇതിനുശേഷം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കും. ഈ മരിക്കുമ്പോൾ ഭാര്യ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് ശൂരനാട് രാജശേഖരന്റെ ഈ അപ്രതീക്ഷിതമായ വിയോഗം. അരുൺരാജാണ് വാർത്തയുടെ വിവരങ്ങൾ. അപ്പൊ അതൊരു കോൺഗ്രസ് വളരെ വിഷമമായി. മാത്രമല്ല, അങ്ങനെ എത്രയോ കാലമായി, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലൊക്കെ തന്നെ അത് വളരെ സജീവമായിരുന്നു. പിന്നെ KPCയിലും ഉണ്ടായിരുന്നു, സംസ്ഥാന തലത്തിലും അറിയപ്പെടുന്നു. അതെ. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മളിപ്പോ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമുക്കുള്ള സങ്കടം ഇവിടെ രേഖപ്പെടുന്നു. നല്ലൊരു നേതാവായിരുന്നു അദ്ദേഹം. പിന്നെ ശൂരനാട് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം ശൂരനാട് കലാപം ഓർമ്മ വരുന്നെങ്കിലും പിൽക്കാലത്ത് പിന്നീട് ശൂരനാട് രാജശേഖരനായി.